പക്ഷേ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. അച്ഛനെ കടലമ്മ കൊണ്ടുപോയി. അരയത്തി പെണ്ണുങ്ങളെല്ലാം തപസ്സിരുന്നു. കടലമ്മ കൊണ്ടുവന്നു. പക്ഷെ കിട്ടിയതോ ശവം പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ. കടലിലാട്ട് മുത്തിനു പോയി മുങ്ങിയ എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കയ്യും കാലും ഒടിച്ച് തളർത്തി. പഞ്ചമിയെ തലേന്ന് ദൈവം തെരണ്ടികൾക്ക് കൊടുത്ത കൊട്ടേഷൻ. ദൈവം കൊടുത്ത കൊട്ടേഷൻ എന്ന്. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ഈ തളർന്നു കിടക്കുന്ന എന്റെ വെളുത്തച്ഛന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ. മലപ്പുറം ഏരിയയിൽ പിരീക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായ്ക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണൻസിലെ നായികയൊന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു. എന്റെ ഈ അച്ഛനെ ഈ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് പറ്റിയല്ല. എനിക്ക് ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആരുടെയും ഔദാര്യമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വെളുത്തച്ഛനെയാണ് എനിക്ക് വേണ്ടത്. കലണ്ടറിൽ നോക്കിയാടാ 27, 28, 29, 30. ഇന്നേക്ക് 30-ാം നാൾ ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന വെളുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും. ഇത് സത്യം, സത്യം, സത്യം. അല്ല സത്യോടെ ആരുടെ അനുഭവം വേണ്ടല്ലോ. വെളുത്തമ്മയ്ക്ക് അറിയാമോ, എന്റെ വടുകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട്. ഈർക്കിലി ചെയ്യുമ്പോ ചൂലുണ്ടാക്കാനായിരിക്കും. ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം. അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട്. അതുപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ കറുപ്പിച്ചിരിക്കും, നടത്തിച്ചിരിക്കും. അത് സത്യമാണ് വെളുത്തമ്മ. ഒന്ന് എഴുന്നേറ്റ് പോയിക്കടാ. ഒന്ന് വെളുത്തമ്മ കണ്ടോ, ഇന്നേക്ക് 30 ദിവസത്തിനകം ഈ ചത്ത ചാവം പോലെ നടക്കുന്ന ഈ കിളവനെ എന്റെ ഈ യൂനാനി മരുന്ന് കൊണ്ട് എഴുന്നേറ്റ് നടത്തിയിരിക്കും. അല്ലെങ്കിൽ അയാൾ നിറങ്ങിയെങ്കിലും പോവും. എന്റെ യൂനാനിത്തങ്ങളാണ് സത്യം. ഞാൻ ചീട്ടിട്ട് എന്റെ അമ്മോ, പുറകെ മഞ്ഞുണ്ട്. ബാപ്പ കുറെ നാൾ അമ്മയുടെ പുറകെ നടന്ന, ഇപ്പൊ ഇതാ മകളുടെ പുറകെ അവനും. എടാ പിരിക്കുട്ടി, ഒരു കൈ നോക്കടാ. വാട ഇവിടെ ഇരിക്കി. എടാ ഞാൻ ഒരു കൈ നോക്കാൻ അങ്ങോട്ട് പോണാണ്, അപ്പോഴാണ് ഇവിടെ ഒരു കൈ. ഒന്ന് പോടാപ്പാന്ന്. എടാ നീ അവിടെ പുറകിനെ മണപ്പിച്ച് ഉണപ്പിച്ച് നടക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആ നായകനെ അവിടെ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നിന്റെ ജീവിതം നീ എന്താ താമസിച്ചു വൈകിപ്പോയി സോറി. രണ്ടെണ്ണം കൂടി പടിഞ്ഞാട്ടേക്ക് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ രണ്ടും കൂടി കടപ്പുറം നാറ്റിക്കൊള്ളാൻ തോന്നുന്നത്. നാട്ടിച്ചാ പോട്ടേന്ന് നോക്കാം. അവൾ തള്ളനെ പോലെ കടപ്പുറം മുടിപ്പിക്കാണ്ടിരുന്നാ മതി. അവളിപ്പോ സിനിമയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. 3 രൂപ കൊടുത്ത് ബസ്സിൽ കയറണ പോലെയാണ് ഈ സിനിമയിൽ കയറാൻ പോണത്. സിനിമയിൽ കയറണമെങ്കിൽ അനുഭവിക്കണം. എന്ത് അല്ല, അഭിനയിക്കണമെന്ന് പറയുമായിരുന്നു. ഇതെല്ലാം ഒരു പോക്കായത്. ഇതേ നോക്കിക്കേ, കടലമ്മ എനിക്ക് കൊണ്ടു തന്നൊരു ചക്കയായത്, അല്ല തേങ്ങയായത്. വേണ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആർക്കും വെളുത്തമ്മനെ വിട്ട് കൊടുക്കുകയാണ്. അതറിയോ? അല്ലല്ലോ എൻ്റെ നോട്ടത്തിന് എന്നാ ഒരു കുഴപ്പം. ഞാൻ അങ്ങോട്ട് നോക്കുന്നു, വെളുത്തമ്മ എന്നെ ഇങ്ങോട്ട് നോക്കുന്നു. ഞാനും വെളുത്തമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പം വേറെ ആരും ഒളിഞ്ഞിരുന്ന് നമ്മുടെ നോട്ടം നോക്കാതെ ഇരുന്നാലും മതിയായിരുന്നു. പിരിക്കുട്ടിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഇക്ക എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഒരു ചാകരക്കാണോ അതോ ഒരു ട്രോളിംഗ് സമയത്താണോ? ചാകരക്കാണോ ട്രോളിംഗ് സമയത്താണോ? ചാകരയ്ക്ക് തന്നെയാ. ചാകരയ്ക്ക് ഞാൻ ഇങ്ങനെ കടപ്പുറത്തൂടെ തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത്, അല്ല മറ്റേ കടപ്പുറത്തൂടെ ഇങ്ങനെ വലയും പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാവശ്യമില്ല ഒരു ഞണ്ടോടി. ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ ഞണ്ടിന്റെ പുറകെ വെച്ചു കൊടുപ്പിച്ചു. അവിടെ ചെന്നപ്പോ ഞണ്ടൊരു കുഞ്ഞു പൊത്തിലേക്ക് ഒരു ഒറ്റ കയറി പോലെ കൈയിട്ട് നോക്കിയപ്പോഴത്തേനും കയ്യിൽ കടിച്ചു ഞണ്ട്. ഞാൻ വലിച്ചൂരി നോക്കിയപ്പോഴത്തേനും കൈയുടെ വിരലെങ്കിലും കടിച്ചു പിടിച്ച് തൂക്കി കിടക്കണം ഞണ്ട്. ഞാൻ എന്തായാലും ഞണ്ട് പിടിച്ച് കടിച്ചു കൊല്ലാൻ പോണേന്ന് പറഞ്ഞ് കാറിയപ്പേ ഓർക്കണ്ട. വെളുത്തമ്മ വന്നു വെച്ചൊരു കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് ഞണ്ടിനെ ഇടിച്ചു കൊല്ലാൻ പോയത്, ഇടിച്ച് കൊന്ന്. പക്ഷെ ഞണ്ടിലല്ല അന്ന് കൊന്നത്, എന്റെ കയ്യാ ഇടിച്ച് കളിക്കിയത്. കണ്ടോ? ഇപ്പോഴും ആ അസുഖം എന്റെ നെഞ്ചി കെട്ടിക്കിടക്കുക എന്റെ വെളുത്തമ്മ. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായില്ല അല്ലേ? ചിലപ്പോ വെളുത്ത ഞണ്ടായിരിക്കും കരിങ്കല്ലിന്റെ കൈ കൊണ്ട് ഇടിച്ച് കളിക്കല്ലേ, അതായിരിക്കും. കർണേട്ടവിടെ എന്നാ പറിക്കുവാ? അവനിവിടെ ആടിന് പുല്ല് പറിച്ചോണ്ടിരിക്കുവാ. നീ മിണ്ടരുത്. വെളുത്തമ്മയുടെ വളർത്തച്ഛനായ വെളുത്തച്ഛന് വേണ്ടി കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. ഈ തവളപ്പത്തെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുള്ള വെളുത്തമ്മ? എന്റെ വെളുത്തമ്മ, എനിക്ക് ഈ ഒറ്റമൂലിയിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല.
ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനാനി ചികിത്സ. സുനാമിയോ? സുനാമി അല്ല, യുനാനി. ദേ ഈ തേങ്ങ ഒന്ന് പിടിച്ചേ. അതായത് ഇത് കണ്ടോ, ഇതാണ് യുനാനി മൂക്കിപ്പൊടി. കണ്ടില്ലേ? അതായത് ഫോറസ്റ്റ് കമ്പിൾ. ഇത് പയ്യെ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ അടച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടി വെച്ചതിന് ശേഷം പതിയെ എടുത്ത് മൂക്കിൽ വെച്ചിട്ട് ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞ് ചികിത്സ ചെയ്യുവാണെങ്കിൽ യുനാനി ചികിത്സ ചെയ്യണവാ. അവള് പറഞ്ഞ ശരിയാ, ഇത് യുനാനി അല്ല, സുനാമിയാ. എന്റെ മകൻ പിരിക്കുട്ടിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരു നയാ പൈസ പോലും വീട്ടിലേക്ക് അയക്കുന്നുമില്ല, ഇവനെ കാണുന്നുമില്ല. ഇവനെ ഞാൻ പിടിച്ചിട്ട് തന്നെ ബാക്കി തരും. എടാ പിരിക്കുട്ടി, എടാ പിരിക്കുട്ടി. പാപ്പ അവിടെ കിടന്ന് അലറാതെ. പാപ്പയെ ചതിച്ചവരോട് ഞാൻ പ്രതികാരം ചെയ്യുമോ, ഇത് തെളിയിക്കുകയും ചെയ്യും. ഞാൻ മരിച്ചെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായടാ പിരിക്കുട്ടി? ഞാൻ 5-8 പ്രാവശ്യം ചെമ്മീൻ സിനിമ കണ്ടതല്ല പാപ്പ. നോക്ക്, എങ്ങോട്ട് നോക്കാനാണ് പാപ്പ പറയണത്? കടപ്പുറംകാരൻ നിന്നെയും ചതിക്കും. ചെമ്പൻകുഞ്ഞിന് വള്ളവും വലയും മേടിക്കാൻ കാശ് കൊടുത്തപ്പോഴത്തേനും ബാപ്പാനെ ചെമ്പൻകുഞ്ഞ് അയച്ചില്ലേ? അതിന്റെയും കൂടി കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാനിവിടെ വന്നത്. കറുത്തമ്മയുടെ മോള് വെളുത്തമ്മേനെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും. അത് നടക്കില്ലടാ. എന്നിട്ട് വാപ്പാനെ ഞാൻ കമ്പി അടുപ്പിച്ചിരിക്കും. മോനെ പിരിക്കുട്ടി, എന്നെ പോലെ നീയും ഇങ്ങനെ ആവരുതടാ മോനെ പിരിക്കുട്ടി. എന്റെ വാപ്പ അവിടെ നിൽക്കാതെ പോ. കടൽക്കാറ്റടിച്ചു കഴിഞ്ഞ് പനി പിടിക്കും. പിന്നെ വാപ്പ പാടിക്കൊണ്ട് നടന്ന പാട്ടില്ലേ, അത് ഞാൻ പാടൂല. വേണേ ഹമ്മിങ്ങ എടുക്കാം. മാനസമൈനേ വരൂ, എന്റെ പട്ടി പാടും. കത്തുണ്ട്. ഇതെന്നെ ഓണമായിട്ട് മറ്റേ റംസാന്റെ കണ്ടു വന്നോ. പോട്ടെ പോട്ടെ പോട്ടെ. വെച്ചോ, ഇവനെ കൊന്നനല്ലേ അവൻ. പോസ്റ്റ് എവിടുന്ന പപ്പേട്ട? പോസ്റ്റ് ഓഫീസിന്നാ. അതല്ല, കത്ത് എവിടുന്നാന്ന്? ഒറ്റപ്പാലത്തുനിന്നാ. എങ്കിൽ ഡയറക്ടർ അലോഹിതദാസിന്റെ കത്തായിരിക്കും. ആർക്കറിയാം. കുട്ടിയുടെ കത്ത് കിട്ടി, കൂടെ ഫോട്ടോയും. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാ. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ കുട്ടി ഓക്കെ ആണെങ്കിൽ മറ്റൊരു സീതാ ജാസ്മിൻ ആവും. ഇല്ലെങ്കിൽ ഞാൻ ആക്കും. വർക്ക് തുടങ്ങുമ്പോൾ വിവരം അറിയിക്കാം. ക്യാമറ ടെസ്റ്റിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിർത്തട്ടെ, അലോഹിതദാസ്. ഈശ്വര, ഈ പടത്തിൽ നായികയായിട്ട് കിട്ടിയ കടലമ്മയ്ക്ക് ഒരു റോള് ഫിലിം തന്നേക്കാമേ. ചേട്ടാ, ഒരു കരിമീൻ പൊരിച്ചത് പോരട്ടെ. ഇവിടെ അതൊന്നുമില്ല, നിനക്കാണെ ഒട്ടുമില്ല. ഒരു പ്രത്യേക അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ഇന്ന് കടൽ പോകുവാൻ പാടുള്ളതല്ല. എത്ര നാളായി ഇവന്മാര് ഈ വാർത്ത കേൾക്കാൻ കൊതിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഈ കാലാവസ്ഥ പ്രവചകര് പ്രവചിക്കുന്ന കാര്യങ്ങൾ എന്നെങ്കിലും നടന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഇവന്മാര് ധൈര്യസഭയിൽ കടലിൽ പോണത്. റോളിംഗ് ബെല്ല്. എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമല്ലേ? എനിക്ക് പരമസുഖമാ. എന്റെ പൊന്നെ, ഒരു ശോഭ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതറ ശോഭയിലാണ് നിങ്ങളൊക്കെ മനുഷ്യരെ കടത്തിരിക്കുന്നത്. ഇതിന് സ്പോഞ്ചോ സ്പ്രിംഗ് ഉണ്ടോ എന്തായാലും ഉണ്ടോ? വെളുത്തച്ഛനാ. ഇവിടെ നോക്കിയിട്ട് കറുത്തച്ഛനായിട്ട് തോന്നുന്നു. എന്റെ പടച്ചോനെ. വെളുത്തച്ഛ, ഈ സാധനം എന്നാന്നറിയോ? മൂഞ്ചാനി വിളിക്കണോ? തുമ്മു. ഇന്നെന്താണ് സ്വാതന്ത്ര്യ ദിനമാണോ? എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യിക്കാൻ പോയാണോ? എന്താ പിരിയട്ടെ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നോ? പൈൽസ് ഉണ്ടോ നോക്കുക. അതായത് ഹൃദയം എടുക്കും. അതിന് പൈൽസ് എന്നല്ല പറയുന്നേ, പൾസ് എന്നാ. അത് ശരി, ഇവിടെയൊക്കെ അങ്ങനെയാണോ പറയുന്നത്? യുനാനി ചികിത്സയിൽ ഇതിന് പൈൽസ് എന്ന് പറയും. പതിയെ വെളുത്തച്ഛാ, അതെ, നെറുകയില് യുനാനി പസ്മം വെച്ചപ്പോൾ വല്ലതും തോന്നിയായിരുന്നോ? വയറിന് വല്ലാത്ത വിഷമം തോന്നണം കേട്ടാ. എന്നാ നിറയെ നിരക്കാം. അങ്ങനെ വയറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ എടുത്തിട്ട് നമുക്ക് നേരെ ഇപ്പൊ ഛർദിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഛർദിക്കണം.
ഛർദ്ദിച്ച് കഴിയുമ്പോഴുള്ളൂ ശരീരത്തിലെ 4454 ഞരമ്പുകളും വലിച്ചു കോച്ചി പോവുള്ളൂ. എന്നാലും ശരീരത്തിന് ഒരു വികാസം ഉണ്ടാവുള്ളൂ. വെളുത്തച്ഛൻ അറിയോ? ഇതാരതൊക്കെ പറഞ്ഞെന്നേ? അതായത് കത്തിലൂടെ ഒരു യുനാനി വിധം പറഞ്ഞു തന്നാ. അല്ല മറ്റേ എന്ന് തോന്നുന്നുണ്ടോ? എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അല്ല. ബാപ്പയുടെ താളയുടെ വള്ളവും വലിയും മാത്രമല്ല, ചികിത്സയുടെ രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് മോൾക്കറിയാൻ പാടാത്ത പല കഥകളും നാട്ടിലുണ്ട്. ആ കഥകളൊക്കെ കേൾക്കാനായിട്ട് എന്റെ അടുത്ത് വന്നിരിക്കണം. അപ്പോഴാണ് കഥ പറഞ്ഞു തരുള്ളൂ. അല്ല ഒന്ന് കഥ പറഞ്ഞ രോഗിയുടെ ശരീരത്തിൽ മരുന്ന് പിടിക്കുന്നതിന് മുമ്പ് വേറൊരു ചികിത്സ എടുത്തിട്ട് രോഗിയുടെ മനോബലം പോവും. അതിനെ മരുന്ന് കൊടുത്താലേ ചികിത്സ ഭേദവുള്ളൂ. അതെ, മരുന്ന് മാത്രമല്ല ആർക്കും ചെളിയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയില്ലേ പച്ചലൊക്കെ ചെളിയെന്ന് പറഞ്ഞുകൊണ്ടോ നിൽക്കണേ. നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി എന്നെ സ്വന്തമാക്കാൻ വന്നതോ അതോ തമ്മിൽ തല്ലി ചാവാൻ വന്നതോ? വെളുത്തമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എന്നാ വെളുത്തമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ വരാൻ നേരാ. നിനക്ക് പോയി മരിക്കാൻ പറ്റില്ല. എന്റെ പട്ടി മരിക്കും. മരിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കണം. ഇനി മുതൽ നിങ്ങൾ വരണ്ട. നായക്കറിനേട്ടം വരുന്ന സമയത്ത് പിരിക്ക് വരാൻ പാടില്ല, പിരിക്ക് വരുന്ന സമയത്ത് കറിനേട്ടം വരാൻ പാടില്ല. വൈദ്യം പഠിച്ചും പാലിച്ചും ഒന്നും തന്നെ ആയിരിക്കും. അറിയാൻ പാടില്ലെങ്കിൽ പറയാൻ നിൽക്കൽ മാറിയുന്നേ. പോയില്ലേ? അങ്ങനെയെങ്കിലും വെളുത്തമ്മ എനിക്ക് തനിച്ച് കാണാമല്ലോ. എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. ഞാൻ കൊണ്ടുവിട്ടാലോ? നീ എന്റെ പാട് നോക്കി. കറിനേട്ടം കുറച്ച് സമയം ഇവിടെ ഉണ്ടാവില്ലേ? ഓ, ആ ഗ്യാസാരം വരുമ്പോഴേ വായുവിന്റെ ഗുളി കൊടുക്കാം അല്ലേ? അയ്യോ, ആ ഗ്യാസിന്റെ കാര്യമല്ല പറഞ്ഞേ, പാചകവാതക ഗ്യാസ്. ഓ, വെളുത്തമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ പുറത്തിരിക്കുന്നതിന്റെ സൈക്കിളിൽ ഗ്യാസ് കൊണ്ട് ഇവൻ തന്നോളും. സമ്മതമാണോ? വെളുത്തമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഇവൻ കാശി അത് ഗ്യാസ് ചെയ്യാൻ എത്തിച്ചു തരാം. സമ്മതമാണോ? 500 രൂപ ഉണ്ട്. ഗ്യാസ് എടുത്തതിന്റെ ബാക്കി കാശുണ്ട്. വെളുത്തമ്മയ്ക്ക് മാലയും വളയും മേടിച്ചു കൊടുത്തരെ. വാങ്ങിച്ചു കൊടുത്തോ? നിങ്ങൾ മാറിക്കേ, എനിക്ക് കോളേജിൽ പോകാനുള്ളതാ. ഞാൻ കൊണ്ടുവിടാം. അയ്യടാ, എനിക്കേ എന്റെ കൂട്ടുകാരനൊപ്പം പോകേണ്ടത്. ഞാനും വരാം. വേണ്ട, പോടാ അവിടുന്ന്. നീ പോടാ പോടാ. കാശുണ്ടി തരാം. ഇനി അടുത്ത ചികിത്സയും തുടങ്ങി. ഞാൻ മരിച്ചാല് എന്റെ അസുഖം ഭേദമാകുമോ? ഇവിടെ അരക്കാനും